ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത്. പിന്നെ വീഡിയോസൊക്കെ എടുക്കാറുണ്ട്, പക്ഷേ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ ആയിട്ട് ചെറിയൊരു ഡിലേ വന്ന്. പിന്നെ ഇന്ന് നമ്മൾ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അറേബ്യൻ പുഡിംഗ്. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത്. അതേപോലെ തന്നെ സിമ്പിളുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ളത് 4 കപ്പ് മിൽക്കാണ്, അതായത് 1 ലിറ്റർ മിൽക്ക്. ഞാനിവിടെ കുറച്ച് വലിയ അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയൊരു പാത്രം, ഒരു 500 ml ബൗളൊക്കെ ആണെങ്കിൽ, നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ബൗളാണെങ്കിൽ നമുക്ക് ഒരു 2 കപ്പ് പാലുകൊണ്ട് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാം. ഞാനിപ്പം 2 ലിറ്ററിൻ്റെ ഒരു പാത്രത്തിലാണ് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്, അതായത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിനെക്കൊണ്ടാണ് 4 കപ്പ് പാലെടുത്തിട്ടുള്ളത്. ഇനി ആ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കാനാണ് ഈ ഒരു പാൽ ആവശ്യമുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പാലിന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതൊന്നൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതാ കട്ടകളൊന്നും ഇല്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പാൽ നല്ലോണം ചൂടായിട്ട് വരട്ടെ, അതുവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് ബ്രെഡും കസ്റ്റാർഡ് മിക്സും അതേപോലെ ക്രീമും ലെയറാക്കിയിട്ടാണ് ഈ ഒരു പുഡിങ് സെറ്റാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാത്രം എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സെറ്റിംഗ് ഡിഷ് എടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 4 കപ്പ് പാലിന് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി വേണം. ഞാനൊരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് മിൽക്ക് മെയ്ഡുമാണ് നമ്മൾ 1 ലിറ്റർ പാലിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നേരെ ഹാഫ് റെസിപ്പിയാണ് എടുക്കുന്നതെങ്കിൽ ഇതൊക്കെ ഹാഫാക്കിയിട്ട് എടുത്താൽ മതി. അതായത് 1/4 കപ്പ് പഞ്ചസാരയും ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും എടുത്താൽ മതി. നമ്മൾ 500 ml, അതായത് 2 കപ്പ് പാലാണ് എടുക്കുന്നതെങ്കിൽ. അപ്പോൾ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ഇട്ടിട്ട് നല്ലോണം നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി പാലൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ അതാ പാല് നല്ലോണം ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക. ഇത് പിന്നെ വാനില ഫ്ലേവേർഡ് കസ്റ്റാർഡ് ആയതിനെക്കൊണ്ട് ഞാൻ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു പുഡിങ്ങിലേക്ക് വാനില ഫ്ലേവറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫ്ലേവേർഡ് കസ്റ്റാർഡ് ആണെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കസ്റ്റാർഡ്. അപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഓവർ ലൂസും ആവേണ്ട, ഓവർ ടൈറ്റും ആവേണ്ടത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 ലിറ്ററിൻ്റെ പുഡിംഗ് ട്രേ. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ അളവും പാലിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് ട്രേ സെലക്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ അടിയത്തെ ലെയറായിട്ട് ഞാൻ നോർമൽ ബ്രെഡ്, വൈറ്റ് ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എത്രണമെന്നില്ല, നമ്മൾ പാത്രത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ പുഡിങ് നമുക്ക് ഒറ്റ ലെയറിലും 2 ലെയറിലും ചെയ്യാം. ഞാനിപ്പോൾ 2 ലെയറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുക. ഒരു ലെയറാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ കസ്റ്റാർഡിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ചെയ്യുന്നത് 2 ലെയറാണ്. അപ്പം നമുക്ക് ഒരു സെറ്റ് ബ്രെഡ് കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ അതാ നമ്മളെ ഫസ്റ്റ് ലെയർ സെറ്റായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ ബ്രെഡ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള കസ്റ്റാർഡും കൂടി ഒഴിച്ചെടുക്കുക. നമ്മൾ നോർമലി കസ്റ്റാർഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടി തിക്നെസ്സിലാണ് ഉണ്ടാക്കുക.
ഈ ഒരു റെസിപ്പിക്ക് അത്ര കട്ടി വേണ്ട, കുറച്ചൊന്ന് ലൂസായിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മൾ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഫ്രീസറിൽ വെക്കുക, ഒരു 10-20 മിനിറ്റ് വെച്ചാൽ മതി. നമ്മൾ ക്രീം പ്രിപ്പയർ ചെയ്യുന്ന സമയം വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കുക. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തത് ക്രീമാണ്. അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഇതേപോലത്തെ തിക്ക് ക്രീമോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതിപ്പോൾ നമ്മൾ കുനാഫക്കൊക്കെ യൂസ് ചെയ്യുന്ന അൻലോ ക്രീമാണ് അൽമറായിൻ്റെ. അപ്പോൾ ഞാൻ ഇതിന് 2 ടിന്നാണ് ഇതിലേക്ക് എടുക്കുന്നത്. ഇനി അത് നമ്മളെടുത്തില്ലെങ്കിൽ ഫ്രഷ് ക്രീം, നോർമൽ ഫ്രഷ് ക്രീം എടുക്കുക. അതും ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം ഇല്ലേ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന അതും എടുക്കാം. വിപ്പിംഗ് ക്രീം എടുക്കുകയാണെങ്കിൽ ഷുഗർ പിന്നെ ആഡ് ചെയ്യരുത്. ഇപ്പോൾ ഞാൻ ഈ തിക്ക് ക്രീമാണ് എടുക്കുന്നത്. ഇതിൽ തീരെ ഷുഗർ ഉണ്ടാവില്ല, നമ്മൾ ഷുഗർ എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇത് 170 ഗ്രാമിൻ്റെ ആണ് ഒരു ടിന്ന് എന്ന് പറയുന്നത്. അങ്ങനത്തെ 2 ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രഷ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം എടുക്കുക. അപ്പോൾ ഇത് നല്ല കട്ടിയാണ്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ലൂസായി വരും. അപ്പോൾ ഞാനിതിൻ്റെ 2 ടിന്ന് എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രീം നല്ല ടേസ്റ്റാണ്, നമ്മൾ പാലിൻ്റെ ഫാറ്റും അങ്ങനെ കുറുക്കി വന്നിട്ടുള്ളൊരു ക്രീമാണ്. അപ്പം കുനാഫക്കൊക്കെ നമ്മൾ ഫില്ലിങ്ങിന് കൊടുക്കുന്ന ക്രീമാണ് ഈ സാധനം. അപ്പോൾ ഇത് ഈ ഒരു റെസിപ്പിക്കും നല്ല ടേസ്റ്റാണ്. ഇത് കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഫ്രഷ് ക്രീം എടുത്താൽ മതി. ഇനി ഫ്രഷ് ക്രീം നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതായാലും മതി. ഏത് ക്രീമായാലും ജസ്റ്റ് മുകളിൽ ടോപ്പ് ലെയറിൽ കൊടുക്കാനാണ്. നമ്മൾ ഇഷ്ടത്തിന് നോക്കിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ ക്രീമിൽ തീരെ ഷുഗറില്ല, അപ്പോൾ അതിനെക്കൊണ്ടാണ് 1/4 കപ്പ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മധുരമുള്ള വിപ്പിംഗ് ക്രീമൊക്കെ ആണെങ്കിൽ തീരെ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ലൂസായിട്ട്. ഇത് അൽമറായിൻ്റെതും അതേപോലെ തന്നെ പക്കിൻ്റെത് നാദക്കിൻ്റെ ഒക്കെ എല്ലാ ബ്രാൻഡും കിട്ടും ഈ തിക്ക് ക്രീം. അപ്പോൾ നമ്മൾ നോക്കി വാങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ ക്രീം നല്ലോണം ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച കസ്റ്റാർഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുത്ത കസ്റ്റാർഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കസ്റ്റാർഡ് വയ്ക്കുമ്പോൾ ചൂടോടുക്കെ തന്നെയാണ് ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ചൂട് തണിയണമെന്നൊന്നുമില്ല, ചൂടോടുക്കെ തന്നെ നമുക്ക് ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിതിപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ക്രീം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുകളിൽ ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ പുഡിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നട്ട്സോ ഇഷ്ടമുള്ളത് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇനി ഇത് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5-6 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റൊക്കെ വെച്ചാൽ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കിട്ടും. ആ ബ്രെഡിൽ കസ്റ്റാർഡൊക്കെ സോക്കായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് ഈ പുഡിങ് കഴിക്കാൻ വേണ്ടി പറ്റും. കട്ട് ചെയ്തിട്ട് കഴിക്കുന്ന ഒരു പുഡിങ്ങാണിത്, ബ്രെഡ് വെച്ചതിനെ കൊണ്ട് തന്നെ. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ആൽമണ്ട്സും ബദാമും അതുപോലെ തന്നെ പിസ്താഷ്യൂസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് സാഫ്രോൺ ഇല്ല, നമ്മൾ കുങ്കുമപ്പൂവിൻ്റെ കുറച്ച് സ്റ്റാൻഡ്സ് ഞാൻ അവിടെ ഇവിടെയും ഇട്ട് കൊടുക്കുന്നുണ്ട്, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ഇത് ഓപ്ഷനാണ്, ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ആ കളറ് നമ്മൾ കസ്റ്റാർഡിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പുഡിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ പീസ് വെച്ച് അതിനനുസരിച്ച് നമുക്ക് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ബ്രെഡൊക്കെ നല്ലോണം സോക്കായിട്ട് നല്ല എന്താ പറയുക, നമ്മൾ വായിലിട്ട് അലിയെന്നൊക്കെ പറഞ്ഞ ആ ഒരു ടൈപ്പ് പുഡിങ്ങിലേക്ക് ഇത് എത്തിയിട്ടുണ്ടാവും. ഞാനിതാ കട്ട് ചെയ്തിട്ട് കാണിക്കാം. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പുഡിങ്ങാണിത്. എളുപ്പമാണ്, നമുക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാനും ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ക്രീം മാത്രമേ നമുക്ക് പെട്ടെന്ന് കിട്ടേണ്ട ആവശ്യമുള്ളൂ, ബാക്കി നമ്മൾ കസ്റ്റാർഡും പാലും ബ്രെഡൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനങ്ങളാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം.